അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം മുതൽ 54 കൂടിയുള്ള ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നത്. നമുഞ്ജതി നരം സർവം ദേഹവന്തം നൃപോത്തമ അധീത്യ വേദശാസ്ത്രാണി പുരാണാനി വിചിന്യ ച കൃത്വാ തീർത്ഥാടനം ദാനം ധ്യാനം ചൈവ സുരാർച്ചനം കരോതി വിഷയാസക്ത സർവം കർമ്മ ച ചൗരവൽ വിചാരയതി നോ പൂർവം കാമമോഹമദാന്വിത കൃതേ യുഗേപി ത്രേതായാം ദ്വാപരേ കുരുനന്ദന വിദ്ധോത്രാസ്തി ച ധർമ്മോപി കാ കഥാദ്യ കലൗ പുനഃ സ്പർധാ സദൈവ സദ്രോഹാ ലോഭാമർഷൗ ച സർവദാ ഏവം വിധോസ്തി സംസാരോ നാത്ര കാര്യാ വിചാരണ സാധവോ വിരളാ ലോകേ ഭവന്തി ഗതമത്സരാ ജിതക്രോധാ ജിതാമർഷാ ദൃഷ്ടാന്താർത്ഥം വ്യവസ്ഥിതാം. രാജോവാച തേ ധന്യാ കൃതപുണ്യാസ്തേ മദമോഹ വിവർജിതാ ജിതേന്ദ്രിയാ സദാചാരാ ജിതം തൈർഭുവനത്രയം ദുനോമി പാതകം സ്മൃത്വാ പിതുർമമ മഹാത്മന കൃതസ്തപസ്വിന കണ്ഠേ മൃതസർപ്പോ ഹ്യഘം വിനാ അതസ്തസ്യ മുനിശ്രേഷ്ഠ ഭവിതാ കിം മമാഗ്രത. ഹരേ
ന ജാനേ ബുദ്ധിസമ്മോഹാൽ കിം വാ കാര്യം ഭവിഷ്യതി മധു പശ്യതി മൂഢാത്മാ പ്രപാതം നൈവ പശ്യതി കരോതി നിന്ദിതം കർമ്മ നരകാന്ന ബിഭേതി ച കഥം യുദ്ധം പുരാവൃത്തം വിസ്തരാത് തദ്വദസ്വ മേ പ്രഹ്ലാദേന യഥാ ചോഗ്രം നരനാരായണസ്യ വൈ പ്രഹ്ലാദസ്തു കഥം യാത പാതാളാത് തദ്വദസ്വ മേ സാരസ്വതേ മഹാതീർത്ഥേ പുണ്യേ ബദരികാശ്രമേ നരനാരായണൗ ശാന്തൗ താപസൗ മുനിസത്തമൗ കൃതവന്തൗ തഥാ യുദ്ധം ഹേതുനാ കേന മാനജ വൈരം ഭവന്തി വിത്താർത്ഥം ദാരാർത്ഥം വാ പരസ്പരം ഏഷണാരഹിതോ കസ്മാച്ചക്രതു പ്രധനം മഹൽ പ്രഹ്ലാദോപി ച ധർമാത്മാ ജ്ഞാത്വാ ദേവൗ സനാതനൗ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ ചതുർത്ഥസ്കന്ധേ സപ്തമോധ്യായ. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം മുതൽ 54 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭാഷാഗാനമായി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേഹമെടുത്തവനെ ഇവയൊന്നും വിട്ടുപോകില്ല. വേദശാസ്ത്ര പുരാണങ്ങൾ അഭ്യസിച്ചിട്ടും തീർത്ഥാടനം, ദാനം, ധ്യാനം, പൂജാദികളെ ചെയ്തിട്ടും തീർത്തും അഹങ്കാരം വിട്ടുപോയിടാത്തവൻ ദുർഗുണങ്ങളുള്ളിലായി ഒതുക്കി വച്ചിട്ടു പിന്നെ കള്ളനെപ്പോൾ സർവകർമ്മങ്ങളും ചെയ്യുന്നു. കാമമോഹമദത്തിനു അടിമ പൂർവകാലത്തെ അറിയില്ല കൃതത്രേതാ ദ്വാപരങ്ങളിൽ. ധർമ്മപ്പിഴയുണ്ടായല്ലോ കലിയിലെ കഥ പിന്നെ പറയണോ സ്പർദ്ധാസൂയ ലോഭമുണ്ടാകും. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഈ വിധമല്ലോ സംസാരം ആലോചിക്കുവാനെന്തുണ്ട്. നിർമത്സരാം സജ്ജനങ്ങൾ വിരളമത്രേ. ജിതക്രോധർ ജിതാമർഷർ ദൃഷ്ടാന്തം മാത്രമാണല്ലോ. രാജാവ് പറഞ്ഞു. മതമോഹമില്ലാത്തവർ ധന്യപുണ്യാത്മാക്കൾ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജിതേന്ദ്രിയർ സദാചാര തൽപരന്മാർ, 3 ലോകം ജയിച്ചവർ, പിതാവിൻ്റെ ഗതി എന്താണോ. തപസ്വിതൻ കണ്ഠത്തിലായി ചത്ത പാമ്പിനെയും വച്ചു
അതിനാലെ എന്തെല്ലാം അനുഭവിക്കണം. ഭാവി എന്ത് മോഹബുദ്ധി എനിക്കു അറിയുന്നില്ല. കുബുദ്ധികൾ മദ്യം കാണും വീഴ്ച കാണില്ല. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നിന്ദ്യകർമ്മം ചെയ്തിടുമ്പോൾ അതു നിന്ദ്യമാണെന്നതും അതിൻ ഫലം നരകം താൻ എന്നറിവോരും ആരാണുള്ളതെന്നു ചൊല്ലു. യുദ്ധത്തിൻ്റെ കഥയെയും വിസ്തരിച്ചു ഭവാനിപ്പോൾ പറഞ്ഞിടണേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പ്രഹ്ലാദനും നരനാരായണന്മാരും തമ്മിൽ യുദ്ധം. പ്രഹ്ലാദൻ പാതാളം വിട്ടു പോയതെന്തിന്? സാരസ്വത തീർത്ഥത്തിൻ്റെ തീരത്തെ ബദരി തന്നിൽ ശാന്തരല്ലോ നരനാരായണ മുനിമാർ. അവർ തമ്മിൽ യുദ്ധത്തിനു ഹേതുവെന്ത്? പരസ്പരം വൈരഹേതു ധനമാണോ സ്ത്രീനിമിത്തമോ? ഏഷണാത്രയമില്ലാത്ത മുനിമാർ യുദ്ധം ചെയ്തതും അവർ ദേവരെന്നു ദൈത്യൻ അറിഞ്ഞതില്ലേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സദാ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയിൽ ഇന്ന് 347 ദിവസം. ഇന്ന് 40 ശ്ലോകം വരെയാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. ഇപ്പോൾ 41 ശ്ലോകം മുതൽ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കണം. നമുഞ്ചതി നരം സർവം ദേഹവന്തം നൃപോത്തമ അധീത്യ വേദശാസ്ത്രാണി പുരാണാനി വിചിന്യ ച. ഹേ രാജൻ, നൃപോത്തമ, ഇതൊന്നും ദേഹമെടുത്തവനെ വിട്ടുപോവില്ല. ഏത്? അഹങ്കാരം, അല്ലെങ്കിൽ ആ ലോഭം, മോഹം, ഇതൊക്കെ അഹങ്കാരത്തിൽ നിന്നുണ്ടാവുന്നതാണ്, കാമക്രോധാദികളൊക്കെ. അപ്പോ അധീത്യ വേദശാസ്ത്രാണി പുരാണാനി വിചിന്യ ച. വേദശാസ്ത്രങ്ങൾ പഠിച്ചിട്ടും അതേപോലെ തന്നെ
പുരാണങ്ങൾ അഭ്യസിച്ചിട്ടും വേദശാസ്ത്രാദികൾ അഭ്യസിച്ചിട്ടും അല്ലേ, അധീത്യ വേദശാസ്ത്രാണി പുരാണാനി വിചിന്യച്ച, പുരാണങ്ങൾ പഠിച്ചിട്ടും കൃത്വാ തീർത്ഥാടനം, തീർത്ഥാടനം ചെയ്യുക, ദാനം ധ്യാനം ചൈവ സുരാർച്ചനം, ദാനവും ധ്യാനവും സുരാർച്ചന ദേവപൂജകളും ഒന്നും കരോതി വിഷയാസക്ത സർവം കർമ്മച ചൗരവൽ, ഇതൊക്കെ ചെയ്തിട്ടും അഹങ്കാരം വിട്ടുപോകാത്ത വിഷയാസക്തൻ, വിഷയി, അയാൾ ദുർഗുണങ്ങൾ ഉള്ളിൽ ഒതുക്കി വെച്ച് കള്ളനെ പോലെ, ചൗരവത്ത് കള്ളനെ പോലെ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. വിചാരയതി നോപൂർവം കാമമോഹമദാന്വിത, കാമമോഹമതങ്ങൾക്ക് അടിമപ്പെട്ടവൻ തൻ്റെ പൂർവാവസ്ഥയെക്കുറിച്ച് അറിയുന്നില്ല. കൃതേ യുഗേപി ത്രേതായാം ദ്വാപരേ കുരുനന്ദന. ഇപ്പൊ പറയുകയാണ്, കൃതത്രേതാ ദ്വാപരയുഗങ്ങളിൽ പോലും എന്തുണ്ട്? വിദ്ധോസ്ത്രാസ്തി ച ധർമ്മോപി കാ കഥാദ്യ കലൗപുന. അപ്പോ ഈ യുഗങ്ങളിൽ പോലും ഇങ്ങനെയുള്ള പിഴവ് ധർമ്മത്തിന് പറ്റിയിട്ടുണ്ടെങ്കിൽ കലിയുഗത്തിന്റെ കഥ പിന്നെ പ്രത്യേകിച്ച് പറയണമെന്നാണ്. സ്പർദ്ധ സദൈവ സദ്രോഹ ലോഭാമർഷൗച സർവദാ, സ്പർദ്ധയോടുകൂടിയ ദ്രോഹം, അതേപോലെ തന്നെ ലോഭത്തോടുകൂടിയ കോപം, ഇത് രണ്ടും ഉണ്ടായിരിക്കും കലിയുഗത്തിൽ പ്രത്യേകിച്ചും. കാരണം പൊതുവിൽ കുറെ കൂടി ഇത്തരം ധർമ്മത്തിന് ആ വേണ്ട തരത്തിലുള്ള ഔന്നത്യം, സ്ഥിരത ഉള്ള മറ്റു യുഗങ്ങളിൽ പോലും ധർമ്മത്തിന് പിഴവ് പറ്റുന്നുവെങ്കിൽ ഈ കലിയുഗത്തിന്റെ കാര്യം പ്രത്യേകം പറയണു. ഏവം വിധോസ്തി സംസാരോ നാത്രകാര്യ വിചാരണ സാധവോ വിരളാലോകെ ഭവന്തി ഗത മത്സരാഹ. ഇങ്ങനെയൊക്കെയുള്ളതാണ് സംസാരം. അപ്പോ അതിനെപ്പറ്റി എന്താണ് ഇത്ര ആലോചിക്കാനുള്ളത്? നാത്രകാര്യ വിചാരണ, മത്സരമില്ലാത്ത നിർമത്സരന്മാരായിട്ടുള്ള സജ്ജനങ്ങൾ ലോകത്തിലെങ്ങനെയാണ്? സാധവോ വിരളാലോകെ ഗതമത്സര, മത്സരം വിട്ടുപോയിട്ടുള്ള നിർമത്സരന്മാരായിട്ടുള്ള ആളുകൾ ലോകത്തിൽ വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കൂ. ചിതക്രോധ ജിതാമരിഷ ദൃഷ്ടാന്താർത്ഥം വ്യവസ്ഥിത. പിന്നെ ക്രോധമടക്കിയവരെ കുറിച്ചും അതേപോലെ തന്നെ അമർഷമടക്കിയവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ കേവലം ദൃഷ്ടാന്തത്തിനു വേണ്ടി മാത്രമാണ്. അങ്ങനെയുള്ള ആളുകൾ ഒരുപക്ഷേ കണ്ടെന്നു വരാം, അത്രയേ ഉള്ളൂ, ഉറപ്പൊന്നുമില്ല. കൂടുതൽ ആളുകൾ എങ്ങനത്തെ ആളുകളാണ്? മാത്സര്യ ബുദ്ധിയുള്ളവരാണ്. രാജാവ് പറയണു, തേ ധന്യ കൃതപുണ്യാസ്തേ മദമോഹ വിവർജിത. മദമോഹാദികളില്ലാത്തവരാണ് പുണ്യന്മാരായിട്ടുള്ളവര്, അവരാണ് തേ ധന്യാഹ, അവരാണ് ധന്യന്മാര്. ജിതേന്ദ്രിയ സദാചാര ജിതം തൈർഭുവനത്രയം. ജിതേന്ദ്രിയന്മാരായി സദാചാരികളായിരിക്കുന്ന ആളുകൾ മൂന്ന് ലോകത്തെയും ജയിക്കും. ജിതം തൈർഭുവനത്രയം ദുനോതി പാതകം സ്മൃത്വ പിതൃമമ മഹാത്മന. എൻ്റെ പിതാവ് ചെയ്ത പാപം മൂലം അദ്ദേഹത്തിന് എന്ത് ഗതിയാണാവോ ലഭിക്കുക, അല്ലേ? അതാലോചിച്ച് ഞാൻ വളരെ ദുനോമി, ഞാൻ വളരെ വിഷമിക്കുകയാണ്, ഇപ്പോൾ ദുഃഖിക്കുകയാണ്. കൃതസ്തപസ്വിന കണ്ഠേ മൃതസർപ്പോ ഹ്യഖംവിന. ഒരു പാപവും ചെയ്യാത്ത, അഖംവിന പാപമേ ചെയ്യാത്ത ഒരു മുനിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ കൊണ്ടുപോയിടുക. അദ്ദേഹം എടുത്തിട്ടില്ലേ? അതുകൊണ്ട് അതസ്തസ്യ മുനിശ്രേഷ്ഠ ഭവിതാക്കിം മമാഗ്രത. അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് വന്നു ഭവിക്കുക? അതെന്താണാവോ? എനിക്ക് എന്തൊക്കെ കാണേണ്ടി വരും? ന ജാനേ ബുദ്ധി സമ്മോഹാൽ കിം വാ കാര്യം ഭവിഷ്യത്. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോണത് എന്ന് മോഹബുദ്ധി ആയതിനാൽ എനിക്ക് അറിയാനും സാധിക്കണില്ല. മധു പശ്യതി മൂഢാത്മാ പ്രപാതം നൈവ പശ്യതി. ഇപ്പൊ ബുദ്ധികെട്ട ആളുകൾ മധുവിനെ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ടുണ്ടാകുന്ന മദ്യം കഴിച്ചാലുള്ള ദോഷത്തെ ഇങ്ങനെയുള്ള ആളുകൾ, ബുദ്ധികെട്ട ആളുകള് മനസ്സിലാക്കില്ല. കരോതി നിന്ദിതം കർമ്മ നരകാന്ന ബിഭേതി ച കഥം യുദ്ധം പുരാവൃത്തം വിസ്തരാ തദ്വദസ്വ മേ. ഇപ്പോ
ആ യുദ്ധം എങ്ങനെയാണ് ഉണ്ടായത്, പ്രഹ്ലാദനും നരനാരായണന്മാരും തമ്മിലുണ്ടായ യുദ്ധം, ആ കഥ വിസ്തരിച്ച് വിസ്തരാത് തദ്വദസ്വമേ, എനിക്ക് പറഞ്ഞു തരണേ. പ്രഹ്ലാദേന യഥാചോഗ്രം നരനാരായണസ്യ വൈ, പ്രഹ്ലാദനും നരനാരായണന്മാരും തമ്മിൽ എങ്ങനെയാണ് ഉഗ്രമായ യുദ്ധമുണ്ടായതെന്നും പ്രഹ്ലാദസ്തു കഥം യാത പാതാളാത് വദസ്വമേ, എന്തിനാണ് പാതാളത്തിൽ നിന്ന് പ്രഹ്ലാദിന് ഇവിടേക്ക് വന്നത്, ബദരി ആശ്രമത്തിൽ വെച്ചാണല്ലോ യുദ്ധം ഉണ്ടായേക്കണത്. അപ്പോ അതും വിസ്തരിച്ചു പറയണേ. സാരസ്വതേ മഹാതീർത്ഥേ, സാരസ്വത മഹാതീർത്ഥത്തിന്റെ, സരസ്വതി നദിയുടെ തീരത്തെ പാവനമായ ബദരികാശ്രമത്തിൽ, പുണ്യേ ബദരികാശ്രമേ നരനാരായണവും ശാന്തവും തപസൗ മുനിസത്തമോ, ഒരു ശാന്തരായി ആ മുനിശ്രേഷ്ഠന്മാരായ അവര് തപസ് ചെയ്യുന്ന ആളുകൾ അല്ലേ. കൃതവന്തൗ തഥായുദ്ധം ഹേതുനാ കേനമാനദ വൈരം ഭവന്തി വിത്താർത്ഥം ധാരാർത്ഥം വാ പരസ്പരം, അവർ യുദ്ധം ചെയ്യാൻ എന്താണ് കാരണം? പലപ്പോഴും പരസ്പരം വൈരമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കനകം മൂലം, കാമിനി മൂലം അല്ലേ. ഇതാ പറഞ്ഞത്, വിത്താർത്ഥം ധാരാർത്ഥം, ധനം നിമിത്തമോ അല്ലെങ്കിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും പൊതുവിൽ യുദ്ധമുണ്ടാവുക അല്ലെ. കുഞ്ചതമ്പ്യാർ അതാണ് പറഞ്ഞത്, കനകം മൂലം, കാമിനി മൂലം ഉലകിൽ പലവിധ കലഹം സുലഭം. ഏഷണാരഹിതോ കസ്മാൽ ചക്രതു പ്രധനം മഹൽ പ്രഹ്ലാദോപിച്ച ധർമാത്മാ ജ്ഞാത്വാ ദേവവും സനാതനവും. ഏഷണാത്രയം, അത് ഒന്നുപോലുമില്ലാത്ത മഹർഷിമാര്. ഏഷണ എന്ന് പറഞ്ഞാൽ ആസക്തിയാണ്. 3 തരത്തിലുള്ള ആസക്തി ഉണ്ടാകുന്നതാണ്. ധാരൈഷണ, ഭാര്യയുമായി അല്ലെങ്കിൽ പങ്കാളിയോടുള്ള ആസക്തി. പുത്രൈഷണ, മക്കളോടുള്ള ആസക്തി. അർദ്ധൈഷണ, ധനത്തോടുള്ള ആസക്തി. അപ്പോ അത് ഇല്ലാത്ത ആളുകൾ, ഈ മഹർഷിമാര് എങ്ങനെയാണ് ഈ യുദ്ധം ചെയ്തത്? പ്രഹ്ലാദോപിച്ച ധർമാത്മാ ജ്ഞാത്വാ ദേവവും സനാതനവും, സനാതനായ ദേവന്മാരാണ് അവരെന്ന് ധർമാത്മാവായിരിക്കുന്ന പ്രഹ്ലാദനും അറിയുമായിരുന്നില്ലേ? എന്നിട്ടും എന്തുകൊണ്ട് യുദ്ധം എന്ന് ചോദിക്കുന്നിടത്താണ് ആ അധ്യായം സമർപ്പിക്കുന്നത്, നമ്മളും ഇന്ന് സമർപ്പിക്കുന്നത്. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.